ഹലോ, നമ്മളൊരു മൂവിക്ക് പോവാണ്. അപ്പം ഒത്തിരി മേക്കപ്പൊന്നും ചെയ്യുന്നില്ല. ആകെ ഇടുന്നത് ഈ കളർ ബാറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്രിക്കോള എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് 42 ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടാം. ജസ്റ്റ് ഫേസ് ഒന്ന് ജസ്റ്റ് ബ്രൈറ്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേറെ മേക്കപ്പ് ഒന്നും ഇടാത്തത്. പക്ഷെ ഞാൻ ഇന്ന് വന്നത് അതിനല്ല, വേറൊരു ഹാക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ ഷർട്ടാണ്. പുള്ളിക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തിട്ട് പുള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചു. എൻ്റെ അച്ഛൻ എല്ലാ ഷർട്ടും സ്റ്റിച്ച് ചെയ്തിട്ടിടുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി ഈ പാറ്റേൺ അങ്ങനെ ഇടുന്ന ആളല്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 10-20 ഇയേഴ്സ് ആയിട്ട് പുള്ളിയുടെ വാർഡ്രോബിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെടുത്തോട്ട് വന്നു. അപ്പോൾ ഇതിനെങ്ങനെ സ്റ്റൈൽ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ഒരു ഹൈ വേസ്റ്റ് ജീൻസും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പുമാണ് ഞാൻ ഉള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ ഞാൻ കംഫർട്ടബിൾ അല്ല. ബിക്കോസ് ഞാൻ കംഫർട്ടബിൾ അല്ല. ഞാൻ ഇങ്ങനത്തെ ഇതിട്ടിട്ട് ഞാൻ പുറത്തു പോകാറില്ല. പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലപ്പോൾ ഇന്ന് എനിക്ക് അതിനുള്ള മൂഡില്ല. ഇഫ് ഐ എം ഗോയിങ് ഇൻ എ കാർ ഓർ ഐ എം ഗോയിങ് വിത്ത് സമ്മൺ, അല്ലെങ്കിൽ ആൾക്കാർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഐ വുഡ് പ്രിഫർ വെയറിങ് ദിസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു കവർ അപ്പ് എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഈ ഷർട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാബൂളി വാലയിലെ കന്നാസിനെയും കടലാസിനെയും പോലെ ഇരിക്കും. എന്നുവെച്ചാൽ അച്ഛൻ 10-20 വർഷം മുന്നേ നല്ല തടി ഉണ്ടായിരുന്നു, നല്ല മസിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഈ ഷർട്ടിനെ നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് വെയറബിൾ ആക്കാൻ പറ്റും നോക്കാം. ആദ്യം നമുക്കൊരു സേഫ്റ്റി പിൻ വേണം. ഇത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. നമ്മൾ ഈ ഷർട്ടിനെ ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് നമുക്ക് എവിടെയാണോ കംഫർട്ടബിൾ, ഞാൻ ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ഒരു ഈ ഷർട്ട് എടുത്ത് ഇങ്ങനെ ഒരു നോട്ട് ഇടുക. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഈ സാധനത്തിനെ നമ്മൾ നന്നായിട്ട് ടക്കിൻ ചെയ്യും. ഒരു വലിയ സേഫ്റ്റി പെന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യാം. നമുക്കൊരു ബ്രാൻഡ് ന്യൂ ഔട്ട്ഫിറ്റ് കിട്ടും. ഞാനിതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ബിലീവ് ഇൻ സസ്റ്റൈനബിലിറ്റി. നമ്മൾ ഈ ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ പോലും പുള്ളി ഉപയോഗിച്ചിട്ടില്ല. ഇത് വെറുതെ ലാൻഡ് ഫില്ലിൽ പോകുന്നതിലും നല്ലത് എപ്പോഴും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, നമുക്ക് റീയൂസ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റും എന്നുള്ള വേസ് നമ്മൾ അന്വേഷിക്കുക. എന്നിട്ട് അതുപോലെ ചെയ്യാം. ബാക്കി ഫുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഒത്തിരി ബ്രെയിൻ സ്ട്രോമിങ് ഒന്നും ചെയ്യേണ്ട. വൈറ്റ് സ്നീക്കേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കണ്ണട എടുത്തിട്ടുണ്ട്. ബിക്കോസ് വി ആർ ഗോയിങ് ടു വാച്ച് എ മൂവി. അപ്പോൾ കണ്ണട മസ്റ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അത്രേ ഉള്ളൂ.